ഗുഡ് മോർണിംഗ്. അല്ലപ്പാ, ഇതെന്തല്ല ഈ കേൾക്കുന്നതും കാണുന്നതൊക്കെ? ഞാനൊരു ഉള്ളി മുറിക്കുന്ന ഒരു ഓൺ വോയിസ് ഇട്ടിട്ട് 1 മില്യൺ ഇപ്പൊ കണ്ടിട്ട് ഷോക്കായി പോയി. ചിലപ്പോ ഞാൻ ചത്തുപോയാലും ചിരിച്ചിട്ട്. എന്റെ അമ്മോ, സാധാരണ എന്റെ കോമഡിയും പാട്ടൊക്കെ മില്യൺ അടിച്ച് കയറാറുണ്ട്. ഏകദേശം എന്റെ അക്കൗണ്ടില് ഒരു 100 റീൽസ് മില്യൺ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഉണ്ട്. അത് 1 മില്യൺ അല്ല, 2, 3, 4, 5, 6, 7, 8 അങ്ങനെയൊക്കെ ഒത്തിരി പോയിട്ടുണ്ട് ഒരു റീൽസ് തന്നെ. പക്ഷെ ഓൺ വോയിസ് പോയിട്ട് ഞാന് ഷോക്കായിട്ടുണ്ട് ഇപ്പൊ പാടുന്നത്. എന്റെ വോയിസ് കൊള്ളൂല പറഞ്ഞിട്ട്. അതാണ് നോക്ക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അറിഞ്ഞിട്ട് കാര്യമില്ല. ഈ ആടിനെ കണ്ടുപിടിക്കെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ അറിയണമുണ്ട്. എന്താ സാറേ? നിങ്ങൾ ഈ ആടിനെ കാണാതെ പോയ അന്ന് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടന്നു എന്ന കാര്യം ഒന്ന് 1 by 1 ആയിട്ട് എന്നോടൊന്ന് പറയാമോ? പറയാം സാർ. പറ. എല്ലാ ദിവസവും എഴുന്നേക്കുന്ന പോലെ ഞാൻ രാവിലെ 5:30 എഴുന്നേറ്റു. 5:30 ചേട്ടന് കട്ടനിട്ട് കൊടുത്തു. കാല് തൊട്ട് തൊഴുതു. എന്നാ ചെയ്ത്? കാല് തൊട്ട് തൊഴുതു. ആരുടെ? ഭർത്താവിന്റെ. അങ്ങനെയൊക്കെ ഉണ്ട്. എടാ, വീട്ടിലിരിപ്പുണ്ടൊരു മറുക. കാല് പോട്ടെ, എവിടെയെങ്കിലും ഒക്കെ ഒന്ന്. പാടില്ല ചോദിക്കുക. വന്ന് നിനക്ക് ഈ വീട്ടിൽ എല്ലാവരും പ്രശ്നക്കാരാ? നീ ആരും വന്നാടി നിന്റെ വിചാരം? അതെ, എന്ത് ധൈര്യത്തിലോ മോളെ കെട്ടിക്കാൻ നോക്കുന്നത്? 3-ാം പക്കം ചെറുക്കം കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കും. എന്നിട്ട് ചോദിക്കും ഇതുപോലാണോ വളർത്തി വെച്ചേക്കുന്നതെന്ന്. അന്നേരം പറയാനുള്ള ഒരു ഉത്തരവും കൂടെ കണ്ടുവച്ചേക്കണം. കേട്ടോ? എന്റെ 16ാമത്തെ വയസ്സിൽ തുടങ്ങിയത് അമ്മ ഈ നല്ല ഭാര്യയാക്കാനുള്ള ട്രെയിനിങ് പ്രോഗ്രാം. ഒച്ചത്തി സംസാരിക്കാൻ പാടില്ല, ആണുങ്ങളോട് മിണ്ടാൻ പാടില്ല, ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കണം, പാത്രം കഴുകണം. പിന്നെ മോൻ ഈ ട്രെയിനിങ് ഒന്നും കൊടുക്കുന്ന കണ്ടില്ലായിരുന്നല്ലോ. എന്തേ, നാട്ടിൽ നല്ല ഭർത്താക്കന്മാരൊന്നും വേണ്ടേ? രണ്ടുപേരോടും കൂടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല. എനിക്ക് തോന്നിയ പോലെ ജീവിക്കും, തോന്നിയവന്റെ കൂടെ ജീവിക്കും. മനസ്സിലായോ? കുറെ കാലമായി തുടങ്ങിട്ട്. ചാച്ചനെന്തെങ്കിലും പറയാണ്ടോ? ഒന്നുമില്ല. துப்பாக்கி தூக்கி வந்து குறிவைத்து தாக்கினால் தோட்டாவில் காதல் விழுமா? செம்மீன்கள் மாட்டுகின்ற வலை கொண்டு வீசினால் விண்மீன்கள் கையில் வருமா? பூகம்பம் வந்தால் என்ன, பூலோகம் விந்தால் என்ன, ஆதாயம் துண்டகுமா, என்னாலும் வெண்டகுமா? வாடியன் வண்ணக்கிளி வீணை போல் துள்ளி குதி செய்வம் ஓர் காத்து. ஓ மேரா புல்புல் தாரா என்